ഹലോ ഫ്രണ്ട്സ്, മല്ലുകോടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ വീഡിയോ മുതൽ നമ്മൾ ഓരോ കമ്പോണൻ്റ് ഓരോ കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടോപ്പിക്ക് ബ്ലോക്കുമായിട്ട് നമ്മളിപ്പോൾ കുറച്ച് അധികം വീഡിയോസും ചെയ്തത് UI ബേസ്ഡ് ആയിട്ടായിരുന്നു. ഒരുപാട് ഡിസൈനും ലിസ്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ UI ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്കായിട്ട് അധികം ടച്ചായിട്ട് പോയിട്ടില്ല. ബ്ലോക്കുകളാണ് ചെയ്തതെങ്കിലും സാധാരണയായിട്ട് ഒരു പ്രൊജക്റ്റിൽ വേറെ ഒരുപാട് ബ്ലോക്കുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ഒരുപാട് കമ്പോണൻറ്റ് നമ്മളിപ്പോൾ ബട്ടൺ, അതേപോലെ ലേബൽ, ഇമേജ്, ഇതൊക്കെ എന്താണ് ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ്. നമ്മളിപ്പോൾ ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ടാൽ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അത് നമുക്ക് ആ ഡിസൈനിൽ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റാത്ത ഒരുപാട് കമ്പോണൻസ് നമ്മൾ കോഡുലാർ അവൈലബിൾ ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്തുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങളും അതിനുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു കമ്പോണൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ക്ലോക്ക് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റിലും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കമ്പോണൻ്റാണ്. കാരണം നമുക്ക് ഒരുപാട് ആവശ്യം വരും. അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്ലോക്ക് കമ്പോണൻ്റ് എവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പാലറ്റിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ സെൻസേഴ്സ് എന്ന് കാണാം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം മൂന്നാമത്തെ കമ്പോണൻ്റാണ് ക്ലോക്ക് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 3 പ്രോപ്പർട്ടീസ് കാണും. ക്ലോക്കിന് 3 പ്രോപ്പർട്ടീസ്. ഒന്ന് ടൈമർ ഓൾവേസ് ഫയർസ്, അതേപോലെ ടൈമർ എനാബിൾഡ്, പിന്നെ അതുപോലെ ടൈമർ ഇൻ്റർവെൽ. ഓക്കെ, ഈ ടൈമർ എനാബിൾഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്, നമുക്കിപ്പോൾ ഈ ക്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്ലോക്കുകൾ എന്ത് ചെയ്യണം, കുറച്ച് ഡിലേ ആക്കിയിട്ട് എന്ത് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ബ്ലോക്കുകൾ കൊടുക്കുമല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലേബലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചുമ്മാ നട്ടതാണ്. അപ്പം ഞാനിവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഫങ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ആ ലേബലിൽ എന്ത് ചെയ്യണം, മല്ലു കോഡർ എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആ ബ്ലോക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ബട്ടൺ ക്ലിക്ക് സെറ്റ് ലേബൽ 1 ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്തിട്ട് എന്താണ്, ആ ലേബലിൻ്റെ ടെക്സ്റ്റിനെ ഞാൻ മാറ്റുകയാണ്. ഓക്കെ, ഞാൻ മല്ലു കോഡർ എന്ന് മാറ്റുകയാണ്. ഓക്കെ, ഞാൻ മല്ലു കോഡർ എന്ന് എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ആ ലേബലിൻ്റെ ടെക്സ്റ്റ് എന്താണ് ഇനീഷ്യലൈസ് ആയിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫോർ ലേബൽ 1 എന്നാണ് അതിൻ്റെ ഡിഫോൾട്ടായിട്ട് കൊടുത്ത വാല്യൂ. അതെനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മല്ലു കോഡർ ആക്കിയിട്ട് മാറ്റണം. അതിനുള്ള ഒരു ബ്ലോക്കാണിത്. അപ്പോൾ ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മല്ലു കോഡർ എന്ന് മാറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം, നമുക്ക് ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര ടൈം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്യാന്നല്ല, ഞാൻ ഏത് ഫംഗ്ഷനും ഇത്ര ഡിലേ കൊടുക്കുക, സെക്കൻഡുകൾ തമ്മിൽ ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് കമ്പോണൻ്റ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ആപ്പിൽ ഉപയോഗം വരികയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ബ്ലോക്കുകൾ കാണും. അപ്പോൾ ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യേണ്ടി വരും, എല്ലാം ഇതിൻ്റെ അടിയിലേക്ക് ഒരുപാട് ബ്ലോക്കുകൾ വരുമ്പോൾ അതൊക്കെ ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ചെറിയൊരു ലാഗ് വരാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിലേ കൊടുക്കുക. ബട്ടൺ അല്ല, എന്ത് ഫങ്ഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരില്ല, അവിടെ ഒരു ലാഗ് വരില്ല. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ ഞാൻ പറയാം. ഞാൻ നമ്മുടെ ക്ലോക്ക് കമ്പോണൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ബ്ലോക്കുകൾ കാണും. ഓക്കെ, അതിൽ ഏറ്റവും ഈ ടൈമർ എനാബിൾഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ കോൾ ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ടൈമർ ഓൺ ആവണം. ആ ടൈമറിൻ്റെ സെക്കൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ടൈം ഇൻ്റർവെൽ ഇവിടെ 1000 കൊടുത്തുകൊണ്ട് മീനിങ് ചെയ്യുന്നത് 1000 1 സെക്കൻഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 5 സെക്കൻഡൊക്കെ വേണമെന്നുണ്ട് എന്ത് ചെയ്യണം, 5000 ആക്കണം.
അങ്ങനെ എന്ത് ചെയ്യുക, 1000 വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. എത്ര സെക്കൻഡാണോ വേണ്ടത് അതിന് 1000 വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നതല്ലാണ്ട് ആ ടൈമർ എത്ര സമയത്തേക്ക് ഉണ്ടാവുക, ഞാൻ ഇവിടെ കൊടുത്ത് എത്രയാണോ വാല്യൂ, 5000 ആണെങ്കിൽ 5 സെക്കൻഡിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ടൈമർ ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എന്താണോ ആ ടൈമറിൻ്റെ ഉള്ളിൽ വിളിക്കുന്ന ഫങ്ഷൻ എന്ത് ചെയ്യും, ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ 3 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, 3 സെക്കൻഡ് എന്ത് ചെയ്തു, ആ ക്ലോക്കിൻ്റെ ഇൻ്റർവെൽ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൈമർ ഓൺ ചെയ്യണം. നമ്മളിപ്പോൾ ഞാൻ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. അത് ഓൾവേസ് ഫെയർസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യും, ടൈമർ ഹാനാണുള്ളൂ. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഹാങ്ങിനൊക്കെ കാരണം. അപ്പോൾ രണ്ടും ഞാൻ എന്ത് ചെയ്ത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 3000 കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ടൈമർ ഓൺ ആക്കണം. ആദ്യം ടൈമർ ഓൺ ആക്കിയാലേ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ടൈമർ എനാബിൾഡ് എന്നുള്ള ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് ഈ വാല്യൂ എന്ത് കൊടുക്കുക, ട്രൂ എന്ന് കൊടുക്കുക. അപ്പോൾ ട്രൂ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യും, ആ ക്ലോക്ക് എന്ത് ചെയ്യും, ഓണാവും. ആ ക്ലോക്ക് ഫംഗ്ഷൻ അത്ര കൊടുത്ത ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് എന്താവും, ഓണാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് വഴി എന്ത് ചെയ്യുക, ഇൻ്റർവെല്ല് സെറ്റ് ചെയ്യാം കേട്ടോ. ഈ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എത്രയാണ് ഇൻ്റർവെല്ല് വേണമെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ 3000 എന്നാണ്, 3000 അല്ലെങ്കിൽ ഞാനവിടെ 3000 ആക്കിയിട്ട് ഇവിടെ 4000 ആക്കാം. അപ്പം ഞാനിവിടെ ആ ടൈമറിനെ എനാബിൾ ആക്കിയിട്ടുണ്ട്. ഇനി ആ ടൈമർ 4 സെക്കൻഡ് ആവുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്ക് ഈ സെറ്റ് ലേബിൾ എന്ന് പറഞ്ഞ ക്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ക്ലോക്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റിലൊരു ബ്ലോക്ക് കാണാം, വെൻ ക്ലോക്ക് ഓൺ ടൈമർ എന്ന് പറഞ്ഞാൽ. ഈ ബ്ലോക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ നമ്മൾ നിശ്ചയിച്ച സമയത്തിൻ്റെ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അത്രയും സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ബ്ലോക്കിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണം, നമുക്ക് ഈ ടെക്സ്റ്റ് മാറ്റണം. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റീഫ്രഷ് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്, നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ലാബിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണെന്ന് സംഭവിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറുന്നില്ല. കണ്ടോ, ഒരു 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ മല്ലു കോഡർ മാറി. അപ്പോൾ ഇതാണ് എന്ത്, ഒരു ടൈമറിൻ്റെ ഫംഗ്ഷൻ. ഇത് നമുക്ക് ബട്ടൻ്റെ മാത്രമല്ല കേട്ടോ, ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാണ്. നമ്മൾ എന്ത് ഫംഗ്ഷനും എന്ത് ചെയ്താൽ മതി, നമുക്ക് ലാഗില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രധാനമായിട്ട് ലാഗില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കമ്പൗണ്ടാണ് ക്ലോക്ക് കമ്പൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ബ്ലോക്കിൽ എത്ര ബ്ലോക്കിനായാലും ശരി എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ അടിയിലേക്ക്, ടൈമർ എന്നുള്ള അടിയിലേക്ക് ആ ടൈമർ ആയിക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ ഫങ്ഷൻസും ഇതിൻ്റെ അടിയിലേക്ക് ബ്ലോക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലാഗും ഇല്ല എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു കാര്യം മറക്കരുത്, നമ്മളിവിടെ ടൈമർ ഓണാക്കിയാണ്, അത് ഓണാക്കി കഴിഞ്ഞാൽ ഈ ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ 4000 ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓഫ് ആക്കണം, അല്ലെങ്കിലും ആപ്പ് ഹാങ് വരും. കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ ഫാൾസ് എന്ന് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യും, ആ ക്ലോക്ക് എന്ത് ചെയ്യും, ഓഫ് ആവും. അപ്പോൾ ആ ക്ലോക്ക് എന്ത് ചെയ്യണം, ഓഫ് ആക്കിയിട്ട് വേണം ഈ ടെക്സ്റ്റ് മാറാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അൺലിമിറ്റഡ് ടൈം ഓരോ 4 സെക്കൻഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യും, ഈ ഇങ്ങനെ ടെക്സ്റ്റ് മാറിക്കൊണ്ട്. അപ്പോൾ അത് ഓഫാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരൊറ്റ എന്ത് ചെയ്യുള്ളൂ, ആ ടെക്സ്റ്റ് മാറുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ക്ലോക്കിൻ്റെ ഫംഗ്ഷന്. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരുപാട് ബ്ലോക്കുകൾ കാണാൻ പറ്റും. നമുക്ക് കറണ്ട് ടൈം, ഇപ്പോഴത്തെ ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അതൊക്കെ ഒരുപാട് ബ്ലോക്കുകളാണ്, ഇതിൻ്റെ ഒന്നും അധികം ഉപയോഗം വരില്ല. ഓക്കെ, ഞാൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഡേറ്റ് ആൻഡ് ടൈം. നമുക്കിപ്പോൾ ഇന്നത്തെ ഡേറ്റ് ടൈമും കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഫോർമാറ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ആ ലാബിലേക്ക് ചെയ്യാമെന്ന് മാറ്റിയിടുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, ഇപ്പോഴത്തെ ടൈം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണിത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, വെൻ ബട്ടൺ ക്ലിക്ക് സെറ്റ് ലാബൽ. എന്നിട്ട് ലാബൽ എന്താ ആക്കേണ്ടത്, അന്നത്തെ ഡേറ്റ് ആണ്. അപ്പോൾ നേരെ ഈ ബ്ലോക്ക് ഇവിടെ കൊണ്ടുപോയിടാം. എന്നിട്ട് ഇൻസ്റ്റൻ്റ് എന്ന് കൊടുത്ത്, ഇത് പാറ്റേൺ എന്നുള്ള ഉദ്ദേശിച്ചത് എന്നുള്ള മന്ത്, പിന്നെ ഡേറ്റ്, പിന്നെ ഇയർ, പിന്നെ എത്രയാണ് ഹവർ, മിനിറ്റ്, സെക്കൻഡ്, പിന്നെ AM ആണ് PM ആണ്. അതൊരു ഫോർമാറ്റാണ്. അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതേ പാറ്റേണിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ടൈം എന്ത് ചെയ്യുക കൊടുക്കുക.
ഓക്കെ, ഇവിടെ ഇൻസ്റ്റൻറ്റ് എന്നുള്ളിടത്ത് എന്ത് പാരാമീറ്റർ കൊടുക്കണമെന്ന് വെച്ചാൽ അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും ക്ലോക്ക് നൗ എന്നുള്ള ഈ ബ്ലോക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഫോണിൻ്റെ നമ്മളെ ഡിവൈസിൻ്റെ എത്രയാണോ സമയമായത് റിട്ടേൺ ചെയ്യും. അതിവിടെ ഇൻസ്റ്റൻറ്റ് എന്നുള്ളിടത്ത് കൊടുത്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറണ്ട് ടൈം ഇപ്പോഴത്തെ ടൈം എന്ത് ചെയ്യാൻ പറ്റും ആ ലേബലിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, റീഫ്രഷ് ചെയ്തു. ഞാൻ ഇനി ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ടൈം ലേബലിൽ കാണിക്കണം. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, കണ്ടോ 2/12/2022 8:16:59 PM. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ സമയം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ കറണ്ട് ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതാണ് എന്ത് ചെയ്യുക, ഒരു ക്ലോക്കിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് ഡിവൈസിന് നമ്മളെ ഫോണിൽ എന്താണോ നമ്മൾ ഏതാണ് ഡിവൈസ് യൂസ് ചെയ്യണം അതിൽ എത്രയാണോ സമയം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അതിൽ വേണ്ട ഒരുപാട് ബ്ലോക്കുകളുണ്ട്. പിന്നെ ഏത് ഇയറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളെ ഈ ടൈം വെച്ചിട്ട്. അതേപോലെ വീക്ക് ഡേ ചെയ്യും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസുകൾ എന്ത് ചെയ്യും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് സംഭവം യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം വരുമ്പോഴാണ്, അധികം യൂസേജ് വരില്ല. അപ്പോൾ ഇതാണ് യൂസേജ് വരുന്നത്. ഇനി ഞാൻ ആ ക്ലോക്ക് കമ്പൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരു ട്രിക്കും കൂടി കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയാം, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ടൈമർ വെക്കുകയാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക 1, 2 ഇങ്ങനെ ഒരു സെക്കൻഡ് കൂടി വരുമല്ലോ. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ 2 ഇങ്ങനെ 1, 2 ഇങ്ങനെ ഓരോ സെക്കൻഡിനനുസരിച്ച് നമുക്കൊരു ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ബ്ലോക്കുകൾ തന്നെയായിരുന്നു. കാരണം ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ 0 കൊടുക്കുക. ഈ ലാബിൽ നിന്നുള്ളൊരു 0 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ കൂടി ഇങ്ങനെ പോകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബ്ലോക്ക് യൂസ് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, നമുക്ക് ആ ടൈമർ ഓൺ ആക്കാം. ഓക്കെ, ടൈമർ എനാബിൾഡ് ട്രൂ കൊടുക്കുക. എന്നിട്ട് ഇൻ്റർവെൽ എത്ര കൊടുക്കണം, 4 സെക്കൻഡാണ് കൊടുത്തത്. അപ്പോൾ ഓരോ സെക്കൻഡ് കൂടുന്നതിന് 1000 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 1000 സെക്കൻഡ് ആക്കിയിട്ട് അതിൻ്റെ ടൈമർ എന്ത് ചെയ്യുക, നമുക്ക് എനാബിൾ ചെയ്യാം. അപ്പോൾ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമർ 1 സെക്കൻഡ് ആയിക്കാണെങ്കിൽ എന്താണ് വേണ്ടത്, നമുക്ക് അതിൻ്റെ ലാബിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ലാബിൽ ഇൻക്രീസ് ആണോ എത്രയാണോ ഉള്ളത് അതിന് ഓരോന്ന് ഇൻക്രീസ് ആണ്. അപ്പോൾ ഈ ലാബിൻ്റെ ടെക്സ്റ്റ് സെറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുക, അപ്പം പ്ലസ് കൊടുക്കണം അല്ലേ, പ്ലസ്. എന്നിട്ട് എന്തിനോടാണ് പ്ലസ് ചെയ്യേണ്ടത്, ഇപ്പോൾ കറണ്ട് എത്രയാണ് ആ എമൗണ്ട് ഉള്ളത്. ഇപ്പോൾ 0 ആണെങ്കിൽ ആ 0 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലാബിൻ്റെ ടെക്സ്റ്റ് കൊടുക്കുക. ഇതെന്താ റിട്ടേൺ ചെയ്യുക, ഇപ്പം എന്താണോ ആ ലാബിലുള്ളത് ആ വാല്യൂ അതിനോട് എന്ത് ചെയ്യുക 1 പ്ലസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 1 ആണെങ്കിൽ 1 പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിക്കാറുണ്ട്, ഓരോ സെക്കൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും ആ ലാബലിൻ്റെ കൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. റിഫ്രഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഉണ്ടാവും ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ 1, 2, 3, 4 ഇതിങ്ങനെ എന്ത് നിൽക്കില്ല. കാരണം ഞാനവിടെ ഓഫാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓഫാക്കണമെങ്കിൽ എന്തെങ്കിലും ഈ ബ്ലോക്ക് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. എത്ര ആയാലും നമുക്ക് ഓഫാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം എനിക്ക് ഒരു 100 വരെ അല്ലെങ്കിൽ ഒരു 10 വരെ ആ കൗണ്ട് അയക്കുകയാണെങ്കിൽ ഓഫാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടൈമറിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് എത്ര അയക്കുകയാണെങ്കിൽ ലാബിൽ ഈ ടെക്സ്റ്റ് ഒരു 10 കൊടുക്കുക. ഈക്വൽ ടു എന്നുള്ള മാക്സിൻ്റെ ബ്ലോക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ലാബിൽ കോപ്പി ചെയ്യാം. ഈ ടെക്സ്റ്റ് ഈക്വൽ ടു 10 അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ക്ലോക്ക് എന്ത് ചെയ്യണം, ഫാൾസ് ഓഫാക്കണം. 10 അല്ലെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് എന്നുള്ള ബ്ലോക്ക് ചെയ്യാം. 10 അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എന്താ സംഭവിക്കില്ല പറഞ്ഞാൽ 1 മുതൽ 10 വരെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 10 അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് കണ്ടീഷൻ എല്ലാ സമയത്തും ചെക്ക് ചെയ്യും. അപ്പോൾ 10 അയക്കുകയാണെങ്കിൽ ആ ക്ലോക്ക് ഓഫായിട്ട് ആ 10 മുതൽ അവിടെ സ്റ്റോപ്പ് ആവും. അതാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വരെ പോകണ്ട. ഓക്കെ, ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് കൗണ്ട് കൂടിയോണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡ് കൂടുമ്പോഴും. ഞാൻ അവിടെ 1000 സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, 8, 9, 10 അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ
ക്ലോക്ക് കമ്പൗണ്ട് ഓഫായി. നമ്മൾക്ക് ഇവിടെ 10 എന്നുള്ള കണ്ടീഷൻ കൊടുത്തുകൊണ്ട് 10 വരെ ഉള്ളത് ഓഫായി. ഓരോ സെക്കൻഡ് കൂടുമ്പോഴും എന്ത് ചെയ്യുക, അതിൻ്റെ 10 കൗണ്ട് കുറഞ്ഞ് വരാം. അത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ പ്ലസ് എന്നുള്ള എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മൈനസ് ബ്ലോക്ക് യൂസ് ചെയ്താൽ മതി. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലസ് എന്നുള്ള ഞാൻ ജസ്റ്റ് മൈനസ് ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടീഷൻ എന്ത് ചെയ്താൽ 10 തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, 1 വരെ അല്ലെങ്കിൽ 0 വരെ. 0 ആയിക്കാണെങ്കിൽ ആ ടൈമർ നിർത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്തു -1 അങ്ങനെ നീ അൺലിമിറ്റഡായി പോകാൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാനൊന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 10 ആണുള്ളത്. അപ്പോൾ ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. 9, 8, 7, 6, 5, 4, 3. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് കാണാം. കണ്ടോ, 0 ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു, ടൈമർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, ഒരു ടൈമറിൻ്റെ ഫങ്ഷൻസ്. പ്രധാനമായിട്ടും ഈ 3 ഫംഗ്ഷനാണ് നമുക്ക് ആപ്പിൽ യൂസ് ചെയ്യേണ്ടി വരിക. ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ആ ഡിലേ കഴിഞ്ഞിട്ട് ആ ടൈമർ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ടൈമറിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ബ്ലോക്കിൽ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ എത്ര ടൈമിനാണ് നമുക്ക് ഡിലേ ചെയ്തത്, അത്ര ടൈം ഡിലേ കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫങ്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു. അതാണ് നമുക്ക് എല്ലാ ആപ്പിലും യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. കാരണം ലാഗ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് വാരി വലിച്ച് നമ്മൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യും, ചെറിയൊരു ലാഗ് വരും. ഓക്കെ, അപ്പോൾ അതില്ലാതെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് കമ്പൗണ്ട് യൂസ് ചെയ്യാം. അപ്പം പിന്നെ ടൈമിൻ്റെ കാണിക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ 3 ബേസിലായിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഒരുപാട് ടൈമിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് എന്താ പറയുക, ഉള്ളിലേക്ക് ചെന്നിട്ടുള്ള ബ്ലോക്കുകളാണ്. അപ്പോൾ ഇതാണ് ബേസിക്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്, ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ലോങ് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ ഷോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ഞാൻ കറക്റ്റായിട്ട് പറയണതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. അപ്പോൾ ഒന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.